വിശുദ്ധ നോമ്പിലേക്ക് വിശ്വാസി പ്രവേശിക്കുന്നത് അനുരഞ്ജനത്തോടുകൂടിയാണ്. അങ്ങനെയാവണം. റോമാലേഖനം 12-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു. അതുകൊണ്ട് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 32-ാം തിരുവചനത്തിൽ പറയുന്നത് പോലെ നാം തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം തിരുവചനം വരച്ചു കാട്ടുന്നതും ഇതുതന്നെയാണ്. സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് എന്ന് നാം കാണുന്നു. ഇവയെല്ലാം പരസ്പരം പൂരകങ്ങളാണ്. സ്നേഹത്തിൽ നിന്നാണ് സന്തോഷം ഉദിക്കുന്നത്, അതിൽ നിന്നാണ് സമാധാനമുണ്ടാകുന്നത്. ദീർഘക്ഷമയും ഇതിൻ്റെ പ്രധാന അവിഭാജ്യ ഘടകമാണ്. ദൈവം സ്നേഹമാകുന്നു. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹവാനായ ദൈവം നമ്മുടെ പാപപരിഹാരത്തിനായി സ്വന്തം ജീവൻ മറുവിലയായി കൊടുത്ത് നമ്മെ രക്ഷിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-14-15, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 25-ാം തിരുവചനം. നാം പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നമ്മുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നമുക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ആദ്യം ക്ഷമിക്കുവിൻ. നമ്മൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നമ്മുടെ പിഴകളെയും ക്ഷമിക്കയില്ല. ഇവിടെയാണ് അനുരഞ്ജനത്തിൻ്റെ പ്രസക്തി. വിശുദ്ധ നോമ്പിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നാം മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ സഹോദരനോട് 7 വട്ടമല്ല 70 വട്ടം ക്ഷമിക്കണമെന്ന് യേശു പഠിപ്പിക്കുന്നു. ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യുമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ നോമ്പിൽ സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായിപ്പുണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നോട്ട് കൊള്ളുവീൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. റോമാലേഖനം 12-ാം അധ്യായം 20-21 തിരുവചനങ്ങളിലും ഇപ്രകാരം നമ്മോട് പറയുന്നു: നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ മേൽ തീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. സദൃശവാക്യങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 10-ാം തിരുവചനത്തിലൂടെ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. പ്രിയമുള്ളവരെ, ശുഭ്കോനോ, റിക്കൺസിലിയേഷൻ, അനുരഞ്ജനം നമ്മുടെ ഹൃദയത്തിൽ നിന്നാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.